രാമായണ പാരായണം 5-ാം ദിവസം. വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ രാമലക്ഷ്മണന്മാർ യാഗരക്ഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിവിധങ്ങളെ രാക്ഷസാദികൾ അവിടെ ദ്രോഹം ചെയ്യുകയും അവരെയൊക്കെ വധിക്കുകയും ചെയ്തു. വിശ്വാമിത്ര മഹർഷിയുടെ യാഗം തടസ്സപ്പെടുത്താൻ വന്ന അംബാഹുവിനെ വധിക്കുകയും മാരീചൻ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും തൽക്കാലം രക്ഷപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് രാക്ഷസാദികളുടെ ദ്രോഹങ്ങളെല്ലാം അസ്തമിച്ചതിന് ശേഷം വിശ്വാമിത്ര മഹർഷിയുടെ യാഗാദി കർമ്മങ്ങൾ പൂർണ്ണമാകുന്ന നേരത്തു തന്നെ അസുരന്മാരായ ദുഷ്ടാത്മാക്കളെ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും കൂടി വധിച്ചു. എന്നാൽ മാരീചൻ തന്നെ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചതുകൊണ്ട് ശ്രീരാമൻ മാരീചനെ വെറുതെ വിട്ടു. അങ്ങനെ അവരുടെ യാഗാദി കർമ്മങ്ങൾ കൃത്യമായി നടക്കുകയും യാഗത്തിന്റെ പൂർണ്ണത വന്നതിന് ശേഷം ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ പരമശിവൻ നൽകിയ ത്രയംബകം വില്ലുണ്ടെന്നും അത് കാണുകയും പരിചയപ്പെടുകയും ചെയ്യാമെന്നും പറഞ്ഞ് വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെയും കൂട്ടി അവിടേക്ക് ചെല്ലുന്നു. ആ പോകുന്ന വഴിയിൽ തന്നെ ഒരു ആശ്രമം കാണുകയും അത് ഗൗതമ മുനിയുടെ ആശ്രമമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ മറ്റു ജന്തുക്കളൊന്നും കാണാത്തത് എന്ന് ചോദിച്ചതിനാൽ അദ്ദേഹം അവിടെ ഉണ്ടായ കഥകൾ വിസ്തരിക്കുന്നു. ഗൗതമ മുനിയുടെ ഭാര്യ അഹല്യ അതിമനോഹരിയാണെന്നും അദ്ദേഹത്തോട് ദേവേന്ദ്രന് തോന്നിയ ഒരു മോഹത്താൽ ഗൗതമ മുനിയുടെ വേഷം കൊണ്ട് ഗൗതമ മഹർഷി അഹല്യയെ ശപിക്കാനുണ്ടായ കാരണവും ഒരു ശിലയായി രൂപം കൊണ്ടിട്ടുള്ള അഹല്യയെ രാമചന്ദ്രൻ മോക്ഷം കൊടുക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ ശ്രീരാമൻ ശിലാരൂപിയായിട്ടുള്ള അഹല്യയെ തന്റെ കൽപ്പാദം കൊണ്ട് സ്പർശിച്ച് മോക്ഷം നൽകുകയും അഹല്യ ശ്രീരാമചന്ദ്രനെ സ്തുതിച്ചുകൊണ്ട് എഴുന്നേറ്റ് വരികയും ചെയ്തു. വിശ്വാമിത്ര മഹർഷി ശ്രീരാമചന്ദ്രനെയും ലക്ഷ്മണനെയും കൂട്ടി മിഥിലാപുരിയിലേക്ക് യാത്രയായി. വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടീ വണ്ണമരുൾ ചെയ്താൻ. ബാലകന്മാരെ പോക മിഥിലാപുരിക്കു നാം, കാലവും വൃഥാ കളഞ്ഞിടുകയരുതല്ലും മഹാദേവ ചാപവും. ത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപമെടുത്തുകൊണ്ടുവന്നാർ. ഗണ്ഡാസഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം കണ്ടാലും ത്രയംബകമെന്നിതു മന്ത്രീന്ദ്രനും. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനുമാനന്ദം ഉൾക്കൊണ്ടു വന്ദിച്ചിടിനാൻ. വില്ലെടുക്കാമോ കുലച്ചീടാമോ വലിക്കാമോ ചൊല്ലുക.